ഹായ് ഫ്രണ്ട്സ്, അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു പർദ്ദയിൽ എങ്ങനെയാണ് ആരി വർക്ക് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ചന്ദ്രക്കലയും ഒരു നക്ഷത്രം അതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ആദ്യം പർദ്ദയുടെ ബാക്ക് സൈഡിലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഫ്രെയിമിലിട്ട് നമ്മൾ ആദ്യം ആ ഒരു ചന്ദ്രക്കലയും നക്ഷത്രം ഒന്ന് വരഞ്ഞെടുക്കണം. ശേഷം ഇപ്പം നക്ഷത്രം ഇതിൽ വരഞ്ഞിട്ടില്ല, വെറും ചന്ദ്രക്കല വരച്ച് അതിൽ ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ചന്ദ്രക്കലയുടെ രൂപത്തിൽ ചെയിൻ സ്റ്റിച്ച് ഇട്ട് അതിന് ഒരു സിക്സാഗ് പോലെ കൊടുത്ത് അതിലാണ് ഈ ബീഡ്സുകൾ നിറക്കുന്നത്. അപ്പോൾ അതുപോലെ ആരി സൂചി വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പർദ്ദയിൽ യാതൊരുവിധ വർക്കുകളും ഉണ്ടായിരുന്നില്ല, ഒരു നോർമൽ പർദ്ദയായിരുന്നു. അപ്പോൾ അതിനൊന്ന് നല്ലൊരു പാർട്ടി വെയറായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് ഈ ഒരു ആരി വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോർമലായിട്ടുള്ള പർദ്ദ നമുക്കിപ്പോൾ ആരെങ്കിലും പർദ്ദ തരുക, അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പർദ്ദ കിട്ടിയത് നല്ല കളറൊക്കെ നോക്കിയെടുത്തു, പക്ഷേ അതിൽ വർക്കുകളൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കിതുപോലെ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ ഇതുപോലെ ആരി വർക്ക് ചെയ്ത് അതിനൊന്ന് മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഷോപ്പിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഷോപ്പിൽ ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരു ചന്ദ്രക്കലയുടെ ഫുൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ടു. ഇനി നമുക്കവിടെ ഒരു നക്ഷത്രം കൂടി വേണം. അപ്പോൾ ആ നക്ഷത്രം ഒന്ന് വരഞ്ഞെടുക്കാൻ വേണ്ടി ആദ്യം പേപ്പറിൽ വെട്ടിയെടുത്ത ശേഷം ഇതുപോലെ വെച്ച് നമുക്ക് ആ നക്ഷത്രം കൂടി അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത്. ആദ്യം വരഞ്ഞു, ശേഷം ചെയിൻ സ്റ്റിച്ച് എടുത്ത് അതിൻ്റെ ആ ബോർഡർ കൂടെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അതിന് ശേഷം 3 ലെയറിൽ മതി അതിൽ ബീഡ്സ്, ആ മുത്തുകൾ 3 ലെയർ മതി എന്നാണ് പറഞ്ഞത്. ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണ്ട എന്ന് പറഞ്ഞത് പ്രകാരമാണ് അത് ചെയ്തത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ആർക്കെങ്കിലും പർദ്ദ സ്റ്റിച്ച് ചെയ്തതുപോലെ നമുക്കിഷ്ടപ്പെട്ട, നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഏത് പിക്ചറാണോ വേണ്ടത് അതുപോലെ ചെയ്തു കൊടുക്കുന്നതാണ്. സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്.